പറയുന്നത് അത് ഇബാദത്താണ്, ആരാധനയാണ്. ഔലിയാവിനെ കുറിച്ച് അവരുടെ മദ്ഹ് പ്രകീർത്തനങ്ങൾ പറയുന്നത് ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാവും. ഖാജാ മുഈനുദ്ദീൻ അൽ-ചിശ്തി അൽ-അജ്മീരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങൾ ഇതുപോലത്തെ റജബ് മാസത്തിലാണ് അവർ ജനിച്ചത്. റജബ് 14 ഒരു തിങ്കളാഴ്ചയാണ് അവർ ജനിച്ചത്. ഹിജറ 522 തിങ്കളാഴ്ച റജബ് 14 ജനിച്ച് ഹിജറ വർഷം 533 തിങ്കളാഴ്ച തന്നെ റജബ് മാസം 6 അവർ വഫാത്തായത്. 111 വയസ്സുണ്ടവർ. ആ 111 വയസ്സ് അതിനെക്കുറിച്ച് പഠനം നടത്തിയാൽ മനസ്സിലാവും അവർ ആ 111 വയസ്സും അള്ളാഹുവിന്റെ പൊരുത്തത്തിലാണ് ജീവിച്ചത്. അതാണ് അള്ളാഹു തആല അവർക്ക് വലിയ സ്ഥാനം കൊടുത്തത്. ചെറുപ്പം മുതൽക്ക് പ്രായപൂർത്തിയാവുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച മഹാനാണ് ഖാജാ തങ്ങൾ. അവരുടെ ജീവിതത്തിൽ നമുക്ക് കുറെ പഠിക്കാനുണ്ട്. അവരുടെ ജീവിതം നാം അനുസ്മരിക്കുമ്പോൾ ആ അനുസ്മരണത്തിൽ തന്നെ കുറെ നമുക്ക് പാഠമാക്കാനുമുണ്ട്. പക്ഷെ അത് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ജീലാനി തങ്ങളുടെ കാലമാണ് ഖാജാ തങ്ങൾ ജീവിച്ച കാലം. ജീലാനി തങ്ങൾ ഹിജറ 470 ജനിച്ച് ഹിജറ 561 വഫാത്താവുന്നത്. ജീലാനി തങ്ങളെ മുരീദുമാണ് ഖാജാ തങ്ങൾ. പക്ഷേ പ്രധാനപ്പെട്ട ഗുരു ഉസ്മാനുൽ ഹാറൂനി എന്ന് പറയുന്ന മഹാനാണ്. ജീലാനി തങ്ങൾ ബഗ്ദാദിൽ വെച്ച് ഖദമി അലാ റഖവാത്തിൽ ഔലിയാ തുറ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ എന്റെ കാൽപാദം ഇന്ന് ലോകത്തുള്ള മുഴുവൻ ഔലിയാന്റെയും തോളിലാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സമയം ഖാജാ തങ്ങൾക്ക് 21 വയസ്സായിട്ടുണ്ട്. പക്ഷെ അന്ന് അവര് വിലായത്തിന്റെ റൂട്ടിൽ പോവുകയാണ്. ഖുറാസാനിലെ ഒരു പർവ്വതത്തിന്റെ ഉള്ളിൽ അവർ അല്ലാഹുവിനെ ആരാധിച്ചിരിക്കുകയാണ്. ആ പർവ്വതത്തിന്റെ ഉള്ളിൽ വെച്ച് അവര് ലൈവായിട്ട് കാണുകയാണ് ഖാജാ ജീലാനി തങ്ങൾ ബഗ്ദാദിൽ വെച്ച് പ്രഖ്യാപിക്കുന്നത്. ഖുറാസാൻ എവിടെ? അത് ഇറാനിലാണ്. ബഗ്ദാദ് ഇറാഖിലുമാണ്. ഇറാഖിൽ ബഗ്ദാദിൽ നടക്കുന്നത് ഖുറാസാനിൽ വെച്ച് ഖാജാ തങ്ങൾ 21 വയസ്സിൽ അത് കാണുകയാണ്. അന്ന് ഭൂമിയിലുള്ള ആകാശത്തും ഭൂമിയിലും എവിടൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ സ്ഥാപിച്ചിട്ടുണ്ടോ, ആകാശത്ത് മാത്രമല്ല ഭൂമിയിൽ മാത്രമല്ല അള്ളാഹു തആല പല ഭാഗങ്ങളിലും അവന്റെ ഔലിയാവിനെ നിർത്തിയിട്ടുണ്ട്. ആ ഔലിയ ഒക്കെ അന്ന് ബഗ്ദാദിൽ വെച്ച് ജീലാനി തങ്ങൾ പ്രഖ്യാപിക്കുമ്പോ അന്ന് ജീലാനി തങ്ങൾക്ക് ശിരസ് താഴ്ത്തി കൊടുത്തിട്ടുണ്ട്, പിരട് താഴ്ത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആദ്യം ഔലിയാവിന്റെ കൂട്ടത്തിൽ അലാ റഅസി എന്ന് പറഞ്ഞ് എന്റെ തലയിലാണ് അങ്ങയുടെ കാലി എന്ന് പറഞ്ഞ് തല താഴ്ത്തി കൊടുത്തത് ഖാജാ തങ്ങളാണ്. ഹസനുസ്സഞ്ചരി അവര് ഉമ്മയുടെ ഭാഗത്തിലൂടെ ഹുസൈനിയും ഉപ്പയുടെ പരമ്പരയിലൂടെ ഹസനിയുമാണ്. വലിയ മഹാനാണ് ഹസനുസ്സഞ്ചരി റളിയല്ലാഹു അൻഹു. അവര് ആദ്യമായി ജീലാനി തങ്ങൾക്ക് തല ചാച്ചി കൊടുത്തപ്പോ ജീലാനി തങ്ങൾ അത് അറിയുകയാണ്. ബഗ്ദാദിൽ വെച്ച് ജീലാനി തങ്ങൾ മുഈനുദ്ദീൻ തങ്ങൾ ഖുറാസാനിൽ ഒരു ഗുഹയുടെ ഉള്ളിൽ വെച്ച് ചെയ്യുന്നത് അറിയുകയാണ്. ഔലിയായിന്റെ കണ്ണ് അങ്ങനെയാണ്, ഔലിയായിന്റെ കാത് അങ്ങനെയാണ്. ഇവിടെ വെച്ച് നാം ഖാജനയോട് സലാം പറഞ്ഞു, അത് ഖാജ അവിടെ വെച്ച് അറിയുകയാണ്. ഈ സലാം ഖാജിയുടെ ഖബറിന്റെ അടുത്ത് പോയി നാം അസ്സലാമു അലൈക യാ വലിയല്ലാഹ് എന്ന് പറയുന്ന സലാമാണ് ഇപ്പോ ഈ മൗലിദിന്റെ തുടക്കത്തിൽ നാം ചൊല്ലിയ സലാം എന്നല്ലാതെ റസൂലിനോട് പറയുന്ന ഒരു സ്വലാത്തു സലാമുണ്ട്. ആ സ്വലാത്തു സലാമു അല്ലത്. സാധാരണ ഒരു മുസ്ലിം കണ്ടാ പറയുന്ന സലാമുണ്ട്. ഇതുപോലെ ഔലിയായിനെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഔലിയായിന്റെ അടുത്ത് വെച്ച് നാം സലാം പറയുന്നത് പോലെ ഹാജിയോട് നാം സലാം പറഞ്ഞാണ് തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണ് മൗലിദുകളൊക്കെ തുടങ്ങേണ്ടത്. എങ്ങനെ? സലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ മുന്നിൽ മുത്തുനബി ഉണ്ട്, എന്റെ മുന്നിൽ ഇന്ന വലിയുണ്ട് എന്നുള്ള ചിന്തയിലാണ് നാം എല്ലാ മൗലിദുകളും ഓതേണ്ടത്. അത് ഔലിയാ അറിയുന്നു. ഒരു വലിയന്റെ പേരിൽ നാം ഫാത്തിഹ ഓതിയാൽ ആ നിമിഷം തന്നെ അവർ അറിയുന്നു. ഖാജാ തങ്ങളുടെ പേരിൽ യാസീൻ ഓതിയാൽ ആ നിമിഷം തന്നെ അവർ അറിയുന്നു. ഖാജാ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മഹബത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഫാദിലി ഉസ്താദ് റിയാസ് ഫാദിലി ഉസ്താദ്